നമ്മൾ 2 കൊല്ലമായിട്ട് പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ വളരെ മോശമായിട്ട്, ഒന്നാമത് അവർക്ക് ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്ക് അടുത്ത കാലത്ത് സംഭവിക്കേണ്ടത്, അതായത് അവരുടെ എക്കണോമി വാസ് ഇൻ ഡീപ്പ് ടർമോയിൽ. അത് നമുക്കറിയാലോ. ഡീപ്പ് ടർമോയിലായിട്ട് ഏതാണ്ട് ഇൻഫ്ലേഷൻ 1.5 കൊല്ലം മുമ്പ് ഞാൻ വായിച്ചെടുത്തിട്ട് എന്തുകൊണ്ട് 38% അവർ ഇൻഫ്ലേഷൻ. ആ 38%-ൽ നിന്ന് 1.5% മാറി. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ന്യൂസ് ഉണ്ട് നമ്മൾ പാകിസ്ഥാനിൽ. അത് മാത്രമല്ല, ഏതാണ്ട് 80 തൊട്ട് 85% വരെ സ്റ്റോക്ക് മാർക്കറ്റ്, പാകിസ്ഥാനി സ്റ്റോക്ക് മാർക്കറ്റ് ലാസ്റ്റ് ഇയർ അപ്രിഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഫ്രം ദ ലെവൽ ഓഫ് മാക്സിമം പെസിമിസം, ദാറ്റ് ഈസ് വെയർ ദ ഓപ്റ്റിമിസം സ്റ്റാർട്ട്സ്. നമ്മളിപ്പോൾ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ചും കുറേ കാര്യങ്ങളല്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നമുണ്ട്. കാര്യം പാകിസ്ഥാൻ എപ്പോഴും ഒരു ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് എക്കണോമി, 80 തൊട്ട് 85% വരെ അവരൊരു കൺസംഷൻ ഓറിയൻറ്റഡ് എക്കണോമിയാണ് അവർക്ക്. അത് പോരാ. കാര്യം അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു GDP റേഷ്യോ വെറും 13%. ഒരു കൺസംഷൻ മാത്രം വെച്ചിട്ടൊന്നും ഒരു എക്കണോമിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ടു GDP വെറും 13% ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ആ ഫിഗർ എത്രയെന്ന് അറിയോ? 32 to 33% ആണ്. ഏതാണ്ട് ബംഗ്ലാദേശും 33, 34, 32%, 31% ഉണ്ട്. വിയറ്റ്നാമും ഏതാണ്ട് 31-32% ഉണ്ട്. ഈ ലെവലിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ 13% എന്ന് പറഞ്ഞാൽ ഇത് 64 കൊല്ലത്തിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് പാകിസ്ഥാൻ. പക്ഷെ അതേസമയം എന്താ അവിടെ സംഭവിച്ചത്? ഇൻഫ്ലേഷൻ ഏതാണ്ട് 28% 1.5% ആയിട്ട് 1.5 കൊല്ലം കൊണ്ട് കുറഞ്ഞു. ലാസ്റ്റ് 1 കൊല്ലം കൊണ്ട് 86% സ്റ്റോക്ക് മാർക്കറ്റ് കയറി എന്നുള്ളത്. പാകിസ്ഥാന് ഹ്യൂജ് ഡെപ്റ്റ് ഉണ്ട്. ഏതാണ്ട് $146 ബില്യൺ. $146 ബില്യൺ ഹ്യൂജ് എമൗണ്ട്. അവരുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ 60% അവർ ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 40%, ഇത്രയും കടമുള്ളതുകൊണ്ട് ബാക്കിയുള്ള 40% അവർ ഉപയോഗിച്ച് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡ്, അത് ഡെയിലി ഒരു കറണ്ട് എക്സ്പെൻഡിച്ചേഴ്സില്ലേ, അത് മീറ്റ് ചെയ്ത് മാത്രം പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഞാനിത് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇവിടെ പറഞ്ഞു വെച്ചാൽ പാകിസ്ഥാനിന് എക്കണോമി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. നമുക്ക് എന്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അവിടെ ഒരു പോസിറ്റീവായിട്ട് വേണം. എക്കണോമിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് 86% റിട്ടേൺ തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് സംസാരിക്കുന്നുണ്ട് മാക്സിമം പെസിമിസമാണ്. അപ്പോൾ ഈ പെസിമിസം ഒക്കെ മാറി ഓപ്റ്റിമിസത്തിലേക്ക് വരും ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ കോൺഫിഡൻ്റ് ആയിട്ടും ഒരു കൺവിക്ഷനോടുകൂടിയും ഇൻവെസ്റ്റർ ഇതിനെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രം നമുക്ക് ഇവിടുന്ന് പറയാനുള്ളൂ.